ദൈവവചനം ജീവനും ചൈതന്യമുള്ളതും എല്ലാ വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും സന്ധിമജ്ജകളെയും ഒക്കെ വേർവിടുവിക്കും വണ്ണം തുളച്ച് കടക്കുന്നതാണെന്ന്. അത് ദേഹം ദേഹി ആത്മാവിനെ വിവേചിക്കുന്നതാണ്. മനസ്സിൻ്റെ എല്ലാ ചിന്തകളെയെല്ലാം വിവേചിക്കുന്നതാണ്. എബ്രായ ലേഖനം 4:12 ആ വാക്യത്തിൻ്റെ അർത്ഥങ്ങൾ അങ്ങനെയാണ്. ദൈവവചനം നമ്മെ എല്ലാ നിലയിലും രൂപപ്പെടുത്തും, മാറ്റിമറിക്കും, മനസ്സിനെ പുതുക്കും, ശരീരത്തെ പുതുക്കും, ആത്മാവിനെ പുതുക്കും. ദൈവവചനം ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ദൈവവചനം പറയുമ്പോൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇത് കടക്കും, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തും. ലോകത്തിൻ്റെ മൂർച്ചയേറിയ ആയുധങ്ങൾ മനുഷ്യനെ കൊല്ലും. എന്നാൽ ഈ ഇരുവായ്ത്തലയുള്ള വാളാകുന്ന വചനം മനുഷ്യന് ജീവനും സമൃദ്ധിയും കൊണ്ടുവരും, അനുഗ്രഹം കൊണ്ടുവരും, സമാധാനം കൊണ്ടുവരും, സൗഖ്യം കൊണ്ടുവരും, ജീവിതം മാറ്റിമറിക്കും, സമൃദ്ധിയായ ജീവൻ ഉണ്ടാക്കും. അതുകൊണ്ട് ദൈവവചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയാണ്, വലിയ സ്വസ്ഥതയാണ്. എന്നോട് പലരും പറഞ്ഞു, എന്നും ഈ ദൈവവചനം കേൾക്കണം. ഞാൻ ഇന്ന ചർച്ചിലെയാണ്, എങ്കിലും ഞാൻ രാവിലെ ഇത് കേൾക്കും. ഒത്തിരി പേരിത് പറയാനിടയായി. നിങ്ങൾ കേൾക്കണം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ പോകുന്ന ആ തിരുസഭയ്ക്ക് നിങ്ങളൊരു അനുഗ്രഹമാകട്ടെ. നിങ്ങൾ ഏത് ലോക്കൽ ചർച്ചിലാണോ ആ ചർച്ചുമായി ബന്ധപ്പെട്ട് അനുഗ്രഹിക്കപ്പെടുക. ആ സഭയ്ക്ക് നിങ്ങളൊരു അനുഗ്രഹമാകണം. നിങ്ങളുടെ ദൈവദാസന് നിങ്ങളൊരു അനുഗ്രഹമാകണം. അപ്പോൾ തന്നെ പാരമ്പര്യമായിട്ട് നിൽക്കുന്ന അന്യാരാധനകളുള്ള ഇടങ്ങളിൽ നിന്ന് ഈ വചനത്താൽ നിങ്ങൾ പുറത്തും വരണം, അനുഗ്രഹിക്കപ്പെടണം. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. തെറ്റായ ആരാധനകളിൽ നിന്ന് ദൈവവചനം ഈ വാള് നിങ്ങളെ വേർവിടുവിച്ച് പുറത്തു കൊണ്ടുവരും. ശരിയായ ആരാധനയിൽ ദൈവം നിങ്ങളെ സജീവമാക്കും. അതിനായി നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ ആരാധനയിൽ കൂടുതൽ ദൈവകൃപ നമുക്ക് അനുഭവിക്കാം. കഴിഞ്ഞ ദിവസം 8 മണിക്കൂർ പ്രാർത്ഥനയിൽ ഞങ്ങളിങ്ങനെ ചിന്തിച്ചു, ആരാധനയിലാണ് കൂടുതൽ ദൈവ സാന്നിധ്യം ജനം അനുഭവിക്കുന്നത്. അപ്പോൾ ദൈവ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുന്ന വ്യക്തികൾ പോകുന്നിടത്തെല്ലാം ജയാളികളാകും. ആകയാൽ ദൈവ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുന്ന ആരാധനകളിൽ നിങ്ങൾ വർദ്ധിച്ചു വരണം. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം.
യേശുവേ എന്നേശു യോഗ്യൻ എന്നേശു ശക്തൻ ഉയർന്ന നാമമെന്നും യേശു സൗഖ്യദായകൻ അത്ഭുത നാമമേശു യേശു എന്നേശു യോഗ്യൻ എന്നേശു ശക്തൻ ഉയർന്ന നാമമെന്നും യേശു സൗഖ്യദായകൻ അത്ഭുത നാമമേശു യേശു യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും നമുക്ക് നേരെ നിൽക്കാൻ കഴിയത്തില്ല. യോശുവയോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, നിന്റെ നേരെ ഒരു മനുഷ്യനും നിൽക്കത്തില്ല, കാര്യം ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ചേർന്ന് പാടിയാണ്. യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും, യേശുവൻ കൂടെ വന്നാൽ ആരെന്റെ മുൻപിൽ നിൽക്കും, യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും, യേശുവൻ കൂടെ വന്നാൽ ആരെന്റെ മുൻപിൽ നിൽക്കും, യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും, യേശുവൻ കൂടെ വന്നാൽ ആരെന്റെ മുൻപിൽ നിൽക്കും, യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും, യേശുവൻ കൂടെ വന്നാൽ ആരെന്റെ മുൻപിൽ നിൽക്കും, ആരെന്റെ മുൻപിൽ നിൽക്കും. ഇമ്മാനുവേലിന്റെ കൂടെ, ഓ യേശുവൻ കൂടെ. എന്നേശു യോഗ്യൻ എന്നേശു ശക്തൻ ഉയർന്ന നാമമെന്നും യേശു സൗഖ്യദായകൻ അത്ഭുത നാമമേശു യേശു എന്നേശു യോഗ്യൻ എന്നേശു ശക്തൻ ഉയർന്ന നാമമെന്നും യേശു സൗഖ്യദായകൻ അത്ഭുത നാമമേശു യേശു. യേശുവൻ കൂടെ നിന്നാൽ, ചേർന്ന്, യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും, യേശുവൻ കൂടെ വന്നാൽ ആരെന്റെ മുൻപിൽ നിൽക്കും, യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും, യേശുവൻ കൂടെ വന്നാൽ ആരെന്ന് പ്രഖ്യാപിച്ചോട്ടെ. യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും, യേശുവൻ കൂടെ വന്നാൽ ആരെന്റെ മുൻപിൽ നിൽക്കും, യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും, യേശുവൻ കൂടെ വന്നാൽ ആരെന്റെ മുൻപിൽ നിൽക്കും. യേശുവൻ കൂടെ അവസാനത്തോളം എൻ കൂടെ. എന്നേശു യോഗ്യൻ എന്നേശു ശക്തൻ ഉയർന്ന നാമമെന്നും യേശു സൗഖ്യദായകൻ അത്ഭുത നാമമേശു യേശു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ വചനം ജഡമായി തീർന്ന കാര്യം ചിന്തിച്ചു. അപ്പോൾ ഈ ഭൂമിയിലേക്ക് വചനം മനുഷ്യനായി വന്നു, അതാണ് അതിൻ്റെ അർത്ഥം. ശക്തി ഒരു വസ്തുവായി തീർന്നു. പ്രപഞ്ചത്തെ മുഴുവനും വഹിക്കുന്ന ദൈവത്തിൻ്റെ ആ വചനം, ആ ശക്തി ഒരു വ്യക്തിയായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മനുഷ്യനാണ്. ദൈവം ഈ ഭൂമിയിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മനുഷ്യനാണ്. എന്നാൽ ദൈവമുണ്ടാക്കിയ മനുഷ്യൻ ദൈവത്തിൻ്റെ മകനായിരുന്നു. ലൂക്കോസിൽ പറയുന്നു, ആദാം ദൈവത്തിൻ്റെ മകൻ. എന്നാൽ മകൻ പാപം ചെയ്തപ്പോൾ, ദൈവത്തിൻ്റെ മകൻ പാപം ചെയ്തപ്പോൾ പിശാചിൻ്റെ മകനായി. അങ്ങനെ അവൻ മനുഷ്യനായി മണ്ണായി തീർന്നു. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും.
അപ്പോൾ മണ്ണായിപ്പോയ മനുഷ്യൻ പൊടിയായി ഭൂമിയിൽ അലിയാൻ മരണത്തിലൂടെ അലിഞ്ഞു ചേർന്ന മനുഷ്യൻ, ഈ അവസ്ഥ ദൈവത്തിന് വളരെ ദുഃഖമായി. കാരണം ദൈവം എന്തെങ്കിലും ചെയ്താൽ അതിന് നിലനിൽപ്പുണ്ട്. ദൈവം എന്ത് ചെയ്താലും ആയുസ്സുണ്ട് അതിന്. കാരണം ദൈവം നിത്യനായ ദൈവമാണ്. ദൈവം മനുഷ്യനെ നിർമ്മിച്ചത് മരിക്കാനല്ല. മരണം മനുഷ്യരിൽ ദൈവം ചിന്തിച്ച കാര്യം പോലുമല്ല. എന്നിട്ടും മരണം മനുഷ്യനിൽ എങ്ങനെ വന്നു? പാപത്താൽ മരണവും ഈ ലോകത്തിലേക്ക് വന്നു. പാപത്താൽ ഉള്ള മരണം. അപ്പോൾ ഈ മരണത്തെ മാറ്റുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനാണ്. മരണം മാറ്റണം. അതിനൊരേ ഒരു മാർഗം, സകലത്തെ സൃഷ്ടിച്ച വചനം ഇവിടെ വരണം. വചനം വന്ന് മനുഷ്യനായി പിറന്ന് വചനം ഇതിനൊരു പരിഹാരം വരുത്തണം. വചനത്തിൻ്റെ ജീവൻ മനുഷ്യന് തരണം. വചനം വന്നിട്ട് വചനം ക്രൂശിൽ മരിച്ച് ആദാമിൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തി. അങ്ങനെ ന്യായപ്രമാണം പറയുന്നു, പാപം ചെയ്യുന്ന മനുഷ്യൻ മരിക്കണം. ദൈവത്തിൻ്റെ നിയമമാകുന്ന വചനത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവത്തിൻ്റെ വചനം തന്നെ ജഡമായി തീർന്നു. എന്നിട്ട് ക്രൂശിൽ മരിച്ചു. ഇതാണ് നമ്മൾ യേശുക്രിസ്തുവിലൂടെ കാണുന്ന സത്യം. അതുകൊണ്ടാണ് വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ കൃപ നിറഞ്ഞവനായിരുന്നു, സത്യം നിറഞ്ഞവനായിരുന്നു. രണ്ട് കാര്യങ്ങൾ യേശുവിൽ കാണാം. ഒന്ന് കൃപ. യേശു പോകുന്നിടത്തെല്ലാം എല്ലാവർക്കും കൃപ ലഭിക്കുകയാണ്. അർഹതയില്ലാത്തവരാണ്, അവർക്കെല്ലാം കൃപ ലഭിക്കുകയാണ്. ഉദാഹരണത്തിന് പാപിനിയായ സ്ത്രീയെ കൊല്ലാനായിട്ട് യേശുവിൻ്റെ മുമ്പിലേക്ക് ഒരു കൂട്ടാൾക്കാർ തള്ളിക്കൊണ്ടുവന്ന് അവളെ ഉന്തി താഴെയിട്ടു. കല്ലുമായിട്ട് നിൽക്കുകയാണ്. മോശയുടെ ന്യായപ്രമാണം പറയുന്നു ഇവൾ മരിക്കണം. നീ എന്ത് പറയുന്നു? യേശുവിനോട് ചോദ്യം. യേശു ആദ്യമൊന്നും മിണ്ടിയില്ല. വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ യേശു തല ഉയർത്തി അവരെ നോക്കിയിട്ട്, യേശു താഴെ ഇരിക്കുകയാണ്, ഇവരെല്ലാം ചുറ്റും നിൽക്കുകയാണ്. രണ്ടുപേര് താഴെ. അവിടെ ശിഷ്യന്മാരെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സീനുകളിൽ ഇവന്മാര് മുങ്ങും. ഒന്നുകിൽ അവരെ എവിടെയെങ്കിലും പോയി കളയും. അതാണ് എനിക്ക് സംശയം. ഇവന്മാരെ കാണുന്നില്ല അവിടെ. യേശുവും ആ സ്ത്രീയും മാത്രമേ ഉള്ളൂ. നല്ല നല്ല രംഗങ്ങളിൽ ഇവരെ കാണുന്നില്ല. ശമരിയക്കാരിയുമായിട്ട് യേശു വർത്താനം പറയുമ്പോൾ ഇവരെ കാണുന്നില്ല. കാരണം ശമരിയക്കാരെ ഇവർക്ക് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ശമരിയക്കാരിയായ ഈ സ്ത്രീ, അവളുടെ ജീവിതമൊന്നും നല്ലതല്ല. ഈ സ്ത്രീയുമായിട്ട് യേശു വർത്താനം പറയുമ്പോൾ ഇവർ വിട്ട് കളഞ്ഞോ എങ്ങനെനിക്കറിയില്ല. ഇവിടെ ഇതാ ഈ പാപിനിയായ സ്ത്രീ യേശുവും മാത്രം. യേശുവിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവളുടെ കൂടെ അവിടെ താഴെ ഇരിക്കാൻ യേശുവിന് ബുദ്ധിമുട്ടില്ല. ഇന്നാണെങ്കിൽ ആരെങ്കിലും ഫോട്ടോ എടുത്ത് നേരെ യൂട്യൂബിലിടും. യേശുവിനെ വിമർശിക്കാൻ ഇത് മതി. യേശുവിന് ഒരു കുഴപ്പമില്ല. കാരണം യേശു ചുങ്കക്കാരുടെ പാപികളുടെ സ്നേഹിതൻ എന്ന് വിളിക്കാൻ ലജ്ജിച്ചില്ല. നമ്മൾ 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. 1-ാം സങ്കീർത്തനം തന്നെ ലംഘിച്ചത് യേശുവാണ്. എന്താണ്? യേശുവിന് മാത്രമേ ലംഘിക്കാൻ കഴിയൂ. ബാക്കി ആരെങ്കിലും പാപികളുടെ വഴിയിലോ പരിഹാസികളുടെ ഇരിപ്പിടത്തിലാണെങ്കിൽ ആ വ്യക്തി പിന്നെ പാപിയായി മാറും. എന്നാൽ ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം, ആ വെളിച്ചത്തിന് അവൻ എവിടെ ചെന്നാലും അവിടെ വെളിച്ചം ഉണ്ടാകും. ഒരിക്കൽ ഒരു ദേവദാസൻ, ഇപ്പോൾ അദ്ദേഹം ദുബായിലാണ്, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഞങ്ങളുടെ ചർച്ചിൽ വന്നപ്പോൾ പറഞ്ഞു, യേശു സ്വർഗത്തിൽ ഇല്ലെങ്കിൽ
ഞാൻ സ്വർഗത്തിൽ പോകില്ല. ഞങ്ങളൊക്കെ സ്വർഗത്തിൽ പോകാനായിട്ട് റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞെട്ടുന്നൊരു വാർത്ത, യേശു സ്വർഗത്തിലില്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോണില്ല. അടുത്തത്, യേശു നരകത്തിലാണെങ്കിൽ ഞാൻ നരകത്തിൽ പോകും. അത് അതിനേക്കാൾ വലിയ തലവേദന. ഞങ്ങളൊക്കെ തല ചൊറിയാണ്. ദൈവമേ, ഇനി എന്ത് ചെയ്യും? യേശു നരകത്തിലാണെങ്കിൽ ഇദ്ദേഹം നരകത്തിലോട്ടാ പോകുന്നത്. അടുത്തത്, യേശു നരകത്തിൽ ചെന്നാൽ നരകവും സ്വർഗമായി മാറും. അപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ വില, ആ വെളിപ്പാട് ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞത്. യേശു സ്വർഗത്തിലില്ലെങ്കിൽ എന്തെന്നാ സ്വർഗം? യേശു സ്വർഗത്തിലില്ലെങ്കിൽ പിതാവ് പോലും സ്വർഗത്തിലിരിക്കില്ല. അവർ തമ്മിലുള്ള ബന്ധം അതാണ്. അപ്പൊ യേശു ഭൂമിയിലേക്ക് വന്ന 33.5 വർഷം പിതാവ് സ്വർഗത്തിൽ നിന്നിട്ടില്ല. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് അവർ 3 പേരും ഇങ്ങോട്ട് പോന്നു. യേശുവിൻ്റെ കൂടെയുണ്ട്, ദൂതന്മാരും ഇവിടെയുണ്ട്. യേശു ഇങ്ങോട്ട് വന്ന 33.5 വർഷം സ്വർഗം കാലിയായി കിടന്നു എന്ന് പറയാം. കാരണം സ്വർഗത്തെ സ്വർഗമാക്കുന്ന വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതുകൊണ്ടാണ് ദൈവമക്കൾക്ക് ഇത്രയും സന്തോഷം. യേശു വന്ന വ്യക്തിക്ക്, യേശുവിനെ സ്വീകരിച്ച വ്യക്തിക്ക് ദൈവം തരുന്നത് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനവും വർണ്ണിക്കാൻ കഴിയാത്ത സന്തോഷമാണ്. അതാണ് സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. യേശു ഒരു സന്തോഷമാണ്. യേശുവിനെ സ്വീകരിച്ചവർക്ക് പ്രാർത്ഥിച്ച് കിട്ടുന്നതല്ല സന്തോഷം. യേശുവിനെ സ്വീകരിച്ചവർക്ക് സ്വീകരിച്ചപ്പോഴേ യേശു വന്നപ്പോൾ കിട്ടുന്നതാണ് സന്തോഷം. അതൊരു മഹാസന്തോഷമാണ്. നിത്യാനന്ദം അവരുടെ തലമേലിരിക്കുമെന്നാണ് നാം വായിക്കുന്നത്. നിത്യാനന്ദം, അവരുടെ ആനന്ദം മാറില്ല. അപ്പൊ വെണ്ണീറിന് പകരം ആ അലങ്കാരമാല, അപ്പോൾ ആനന്ദ തൈലം, ഇതൊക്കെയാണ് യെശയ്യാവ് 61 പറയുന്നത്. യേശു ഒരാളിൽ വരുമ്പോൾ, കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അതാണ്. അപ്പൊ കൃപയും സത്യവും നിറഞ്ഞവനായി ഈ പാപിനിയായ സ്ത്രീയുടെ ഒപ്പം യേശു ഇരിക്കുകയാണ്. കല്ലെറിയാൻ വന്നവർ ചോദിച്ചു, മോശ പറയുന്നു ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം, നീ എന്ത് പറയുന്നു? യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ. ഈ ഒന്നാമതെന്നുള്ള വാക്ക് അതവര് വിഷമിച്ചു പോയി. അവരെല്ലാം മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം ഒന്നാമത് എറിയാൻ ആരുമില്ല. ഈ രണ്ടാമത് എറിയാൻ ഒത്തിരി പേരുണ്ട്. ഉദ്ഘാടനം ചെയ്യുന്നവനെ കർത്താവ് പിടിച്ചു. ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? ഈ കല്ലേറ് ഉദ്ഘാടനം ചെയ്യണ്ടേ? ബഹുമാനപ്പെട്ട എന്ന് പറയാൻ ആരുമില്ല. ബഹുമാനപ്പെട്ട ഇന്നയാൾ ഇത് ഉദ്ഘാടനം ചെയ്യും. ദൈവവചനം അനുസരിക്കല്ലേ ഇവര്, ഭയങ്കര അനുസരിക്കലുകാരാ. ഇവന്മാരും കൂടി വിചാരിക്കാതെ ഇവള് പാപിനിയാവും. അതാണ് യേശുവിന് ചോദിക്കാനുള്ളത്. നിങ്ങളിൽ ആരാണ് പാപം ചെയ്യാത്തവർ? ഒന്നാമത് കല്ലെറി. എല്ലാവരും, മൂത്തവർ മുതൽ ഇളയവർ വരെ, മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം വിട്ടേച്ചു പോയി. കൃപ. മോളെ, നിന്നെ ആരെങ്കിലും ആരും നിന്നെ ശിക്ഷിച്ചില്ലേ? ഇല്ല, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. മേലാൽ പാപം ചെയ്യരുത്. അവർക്ക് കൃപ ലഭിച്ചു. യേശുവിന്റെ അടുക്കൽ തള്ളിക്കൊണ്ടുവന്നതാണ്, അവളെ കൊല്ലാൻ കൊണ്ടുവന്നതാണ്, അവളെ വിധിക്കാൻ കൊണ്ടുവന്നതാണ്. എന്നാൽ യേശുവിന്റെ അടുക്കൽ കൊല്ലാൻ കൊണ്ടുവന്നവർക്ക് വരെയും യേശു കൊടുത്തത് കൃപയാണ്. കൃപ. അവൾക്ക് ജീവനുണ്ടായി, അവൾക്ക് മാനസാന്തരമുണ്ടായി, അവൾക്കൊരു ജീവിതമുണ്ടായി, അവൾക്ക് നല്ലൊരു ഭാവിയുണ്ടായി. അവളുടെ അന്ന് വരെയുള്ള പാപങ്ങൾ അവളെ വിട്ടുമാറി. ഒരിക്കൽ ഒരു ധനവാനായ മനുഷ്യന്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആ വീട്ടിലേക്ക് ഒരു പെങ്കൊച്ച് കയറി വന്നു. യേശുവിൻ്റെ കാൽക്കലിരുന്നു. കാൽക്കൽ എന്ന് പറഞ്ഞാൽ മുൻവശത്തല്ല. യഹൂദന്മാരിയ്ക്കുന്നത്
ഒരു 2.5 അടി ഉയരമുള്ള ഒരു ടീപ്പോയുടെ വലിപ്പമുള്ള മേശയാണ് അവിടെ. കസേരയിലല്ല. അപ്പം താഴെ ഇരുന്നിട്ട് മെത്ത പോലെ താഴെ ഇടും. അതിൻ്റെ മുകളിൽ യേശു ഇരുന്നിട്ട് ഈ ടീപ്പോയിൽ ഇങ്ങനെ കൈകുത്തി, ഈ മേശയിൽ കൈകുത്തിയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ കാല് പുറകോട്ടാണ്, ചരിഞ്ഞാണ് അവരിയ്ക്കും. അപ്പോൾ അവർക്കൊക്കെ ഒരു അരക്കെട്ടുണ്ട്. ഈ അരക്കെട്ട് കഴിക്കുന്ന സമയത്ത് അഴിച്ച് അയഞ്ഞ വസ്ത്രം ആയിട്ട് അവർ ഭക്ഷണം കഴിക്കും. യാത്ര ചെയ്യുമ്പോൾ അര മുറുക്കും. അതുകൊണ്ടാണ് പത്രോസിനൊക്കെ നീ അര മുറുക്കി എൻ്റെ പുറകെ ചെരുപ്പ് ഒക്കെ ഇട്ട് മുറുക്കിയിട്ട് വരാൻ പറഞ്ഞത്, ജയിലിൽ വെച്ച്. അപ്പോൾ യേശു കാല് പുറകോട്ട് വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവൾ പുറകിൽ നിന്ന് യേശുവിൻ്റെ കാല് കണ്ണുനീര് കൊണ്ട് കഴുകി, തലമുടി കൊണ്ട് തുവർത്തി, പാദം മുഴുവനും തുരുതുരാ ചുംബിച്ചു. യേശു അവളെക്കുറിച്ച് പറഞ്ഞത്, ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിക്കപ്പെട്ടു. അധികം മോചിച്ച് കിട്ടിയവൾ അധികം സ്നേഹിക്കുന്നു. അധികം മോചിച്ച് കിട്ടിയവർ, അതിൻ്റെ അർത്ഥം അധികം കൃപ ലഭിച്ചവർ. അപ്പോൾ അധികം മോചിച്ച് കിട്ടിയവളാണ്. ജീവിതത്തിൽ പാപം ചെയ്ത് മാത്രം ജീവിച്ചവരുണ്ട്, അവർക്ക് അധികം മോചിച്ച് കർത്താവ് കൊടുക്കും. അങ്ങനെയുള്ളവർക്ക് അവരുടെ സ്നേഹവും അധികമായിരിക്കും. അതുകൊണ്ട് ഓരോ സഭകളിലും നോക്കിക്കോ, വളരെ തെറ്റുകളിൽ നിന്നും വളരെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ തകർന്ന് ആർക്കും രക്ഷിക്കാൻ കഴിയാതെ വന്നവരാണ് ഓരോ ചർച്ചിലെയും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികൾ. അല്ലാതെ കുറച്ച് പേരുണ്ട്, അപ്പൻ വിശ്വാസത്തിലായിരുന്നു, അമ്മ വിശ്വാസത്തിലായ, അവിടെ ജനിച്ച പള്ളിയിൽ ജനിച്ച പിള്ളേരും അല്ലെങ്കിൽ ജനിച്ചവരും ഇതുപോലെ പ്രശ്നത്തിൽ നിന്ന് വന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. അധികം മോചിച്ച് കിട്ടിയവരെ കാണുമ്പോഴറിയാം. അതുകൊണ്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് അനുഭവ സമ്പത്ത് കുറവാണ്. നിങ്ങൾ കർത്താവുമായിട്ട് കൂടുതൽ അടുക്കണം. നിങ്ങൾക്ക് അങ്ങനെ പോകാനോ തെറ്റിൽ പോകാനോ ദൈവം അവസരം അനുവദിച്ചില്ല. നിങ്ങളൊരു വിശ്വാസി കുടുംബത്തിൽ ജനിച്ചു, അതിലൊത്തിരി നന്ദിയുള്ളവരായിരിക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾ വിശ്വാസത്തിൽ വന്നില്ലായിരുന്നെങ്കിലും അതുകൊണ്ട് നിങ്ങളും അധികം സ്നേഹിക്കുന്നവരാകണം. ആ സ്ത്രീ അധികം സ്നേഹിക്കുന്നവളായി. അവൾ ആ വീടാരാണെന്നോ ആരുടെ വീടാണെന്നോ നോക്കിയില്ല. എന്നിട്ട് യേശുവിനെ തൈലം കൊണ്ട് കാലിൽ പൂശി. ആ വീട്ടുകാരനോട് പറയുന്നുണ്ട്, ശിമോനെ, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല, നീ എൻ്റെ പാദം കഴുകിയില്ല, നീ എനിക്ക് തൈലം പൂശിയില്ല, നീ എന്നെ ചുംബിച്ചില്ല. നിനക്ക് വേണമെങ്കിൽ എൻ്റെ കവിളിൽ ചുംബിക്കാമായിരുന്നു, എൻ്റെ തലയിൽ അഭിഷേക തൈലം ഒഴിക്കാമായിരുന്നു, തലയിൽ ഒഴിക്കാമായിരുന്നു. ഇവൾക്ക് അതിനുള്ള അർഹതയൊന്നും ഇവൾ വിചാരിച്ചില്ല. നീ തലയിൽ ചെയ്യേണ്ടത് അവൾ കാൽക്കൽ ചെയ്തെന്ന് മാത്രം. കാരണം ഇവളുടെ അനേകായിരം പാപങ്ങൾ മോചിക്കപ്പെട്ടു. ഇവൾ അധികം മോചിച്ച് കിട്ടിയവളാണ്. അപ്പോൾ കർത്താവിൽ നിന്ന് അധികം മോചിച്ച് കിട്ടിയ ഓരോ വ്യക്തികളും അധികം അധികം കർത്താവിനെ സ്നേഹിക്കണം. കൃപ ലഭിച്ചവരാണ്. യേശു ക്രിസ്തു മുഖാന്തരം കൃപ വന്നു, കൃപയും സത്യവും. അപ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശു കൃപ നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ. ഇന്നും 2-3 പേർ കൂടുന്നതിൻ്റെ ഇടയിൽ യേശു കൃപ നിറഞ്ഞവനായി നിൽക്കുന്നത് ഓരോ വ്യക്തികൾക്കും കൃപ ധാരാളം തരേണ്ടതിനാണ്. അതുകൊണ്ട് ഈ ദൈവകൃപ നിങ്ങൾ മുറുകെ പിടിക്കണം. ഈ ദൈവകൃപയിൽ നിങ്ങൾ ആനന്ദിക്കണം. അർഹതയില്ലാത്ത സ്ഥാനത്താണ് ഞാൻ ഈ സ്തോത്രം പറയുന്നത്, ഈ പാട്ട് പാടുന്നത്. കുറേയൊക്കെ കഴിയുമ്പോൾ ഓരോ വ്യക്തികളുടെ ചിന്ത, ഞാനൊക്കെ കൂടിയാണ് ഈ പള്ളി പണിതത്, ഞങ്ങളുടെ വല്യപ്പനാണ് ഇതിന് സ്ഥലം കൊടുത്തത്, ഇതിൻ്റെ ഉത്തരം വെച്ചത് ഞങ്ങളൊക്കെ കൂടിയാണ്, ഇതിനകത്ത് ഇത്ര കല്ല് ഞങ്ങൾ മേടിച്ചു കൊടുത്താണ്, സിമെൻറ്റ് ഞങ്ങൾ. ആ ഒരു അഹങ്കാരം വന്ന് കയറരുത്.
കൃപ ലഭിച്ചതുകൊണ്ട് നിങ്ങൾക്കിതൊക്കെ ചെയ്യാൻ, എനിക്കിതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. എന്തെങ്കിലും കർത്താവിൻ്റെ സഭയ്ക്ക് കൊടുത്തിട്ട് കണക്ക് പറയുന്നവരുണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെടണം. ഒരിക്കലും ഒരു സഭയിൽ ടി അബ്രഹാം എന്ന പാസ്റ്റർ, ന്യൂ ഇന്ത്യ ചർച്ചുകളിലെ പാസ്റ്റർ, ആ പാസ്റ്ററിന് ഒരാൾ കുറച്ച് കാശ് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ പാസ്റ്ററായിട്ട് പുള്ളി പണങ്ങിയിട്ട് പറഞ്ഞു, തന്ന പൈസ മുഴുവൻ തിരിച്ചു തരാൻ പറഞ്ഞു. വർഷങ്ങൾക്കും എനിക്കറിയാവുന്ന കാര്യം. എനിക്ക് ഒന്നുകൊണ്ട് പാവം പാസ്റ്റർ എങ്ങനെയൊക്കെ അത് ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹം ചർച്ചിന് വേണ്ടി ഉപയോഗിച്ചു. കിട്ടിയ പൈസ മുഴുവൻ വിശ്വസ്തയോടെ ദൈവരാജ്യത്തിൽ ചെലവാക്കിയ മനുഷ്യനാണ് ടി അബ്രഹാം പാസ്റ്റർ. നല്ല ജീവിതം ജീവിച്ച അദ്ദേഹത്തിൻ്റെ മക്കൾ ഇന്ന് രണ്ടുപേരും ദൈവരാജ്യത്തിൽ, രണ്ടുപേരും ഓസ്ട്രേലിയയിലാണ്, കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടുന്നു. ഞങ്ങൾ വളരെ ബഹുമാനിച്ചിരുന്ന ഒരു വിലപ്പെട്ട ദൈവപുരുഷനായിരുന്നു. അദ്ദേഹം വേദനിച്ചതെല്ലാം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഈ മനുഷ്യർക്കാണെന്നാണ് വിചാരം ഇതൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്നുള്ളൊരു ഭാവം ആർക്കെങ്കിലും ചർച്ചിൽ വരുമ്പോഴുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം വന്നവരാണ്, ഞങ്ങളാണ് ഇവിടെ ആദ്യം വന്നിരുന്നത്, ഞങ്ങൾ ആദ്യത്തെ ആൾക്കാരാണ്, ഞങ്ങളുടെ വല്യപ്പൻ്റെ കാലം മുതൽ ഇവിടെയുണ്ട്, ചുമ്മാതാ, കൃപ ലഭിച്ചതാ. ഇനി രണ്ടാം തലമുറ മൂന്നാം തലമുറയല്ല, അഹങ്കരിക്കരുത്, എല്ലാം ദൈവത്തിൻ്റെ കൃപയാ. ഈ മൂന്നാം തലമുറയായിട്ടും പിന്മാറ്റത്തിൽ പിശാച് കൊണ്ടുപോകാതെ ഈ ചർച്ചിൽ തന്നെ നിൽക്കുന്ന നിനക്ക് ദൈവം തന്ന കൃപയാണ്. നീയാണ് ഏറ്റവും തുള്ളിച്ചാടി ആരാധിക്കേണ്ടത്. ഇന്നലെ വന്നവർ കൈയടിച്ച് ആരാധിച്ചാലും ഇങ്ങനെയുള്ളവർ ആരാധിക്കില്ല, ഇങ്ങനെ കണ്ണും തുറന്ന് നിൽക്കും. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇന്നലെ വന്നവനും ഇന്ന് വന്നവനും 10 കൊല്ലം മുമ്പ് വന്നവനെല്ലാം കൃപ ലഭിച്ചവരാണ്. തുള്ളിച്ചാടി യേശുവിനെ ആരാധിക്കണം. കാരണം അഹങ്കരിക്കാൻ ഒന്നുമില്ല. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം തന്ന ദാനമാണ് 2-3 തലമുറയായിട്ടും വിശ്വാസത്തിൽ നിൽക്കുന്നത്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കണമെന്ന്, വീഴാതെ സൂക്ഷിക്കുന്നവൻ്റെ സന്നിധിയിൽ ആനന്ദിക്കണമെന്ന് യൂദയുടെ ലേഖനത്തിൽ ഏറ്റവും ഒടുവിൽ വായിക്കുന്നു. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കൃപ ലഭിച്ച ഓരോ വ്യക്തികളും നിഗളിക്കാതെ താഴ്മയോടെ ലഭിച്ച സമയം മുഴുവനും കർത്താവിൻ്റെ പാദം ചുംബിക്കാനും, പാദം കണ്ണുനീരുകൊണ്ട് കഴുകാനും, ആ കാലിൽ തുരുതുരാ ചുംബിക്കാനും, തൈലം പൂശുവാൻ, കർത്താവിനെ കൂടുതൽ ബഹുമാനിക്കുവാൻ, ദൈവസഭയുടെ പാദ ശുശ്രൂഷ ചെയ്യുവാൻ ഈ മക്കൾക്ക് കൃപ കൊടുക്കട്ടെ. യേശുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പാദസേവ ചെയ്യുന്ന വിശുദ്ധ ജനമായി, വിശ്വസ്തരായി ഈ കൃപ ലഭിച്ചവർക്ക് കൂടുതൽ താഴ്മയും വിനയവും ഉണ്ടാകട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. ഈ വെളിപ്പാടിലേക്ക് ഈ മക്കൾ വരട്ടെ. അധികം മോചിച്ച് കിട്ടിയവർ അധികം സ്നേഹിക്കുന്നു എന്ന വെളിപ്പാടിൽ ഇവർ ജീവിക്കട്ടെ. സൗഖ്യങ്ങൾ ഇവരിൽ ഉണ്ടാകട്ടെ, വിടുതലുകൾ നടക്കട്ടെ, എല്ലാ തെറ്റായ ചിന്തകളും വിട്ടുമാറട്ടെ, അഹങ്കാരങ്ങൾ വിട്ടുമാറട്ടെ, താഴ്മയുള്ളവരാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ സാഹചര്യങ്ങളും ഇവരെ നന്മ കൊണ്ട് നിറക്കുന്നതാകട്ടെ. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന സമയം ഈ കുഞ്ഞുങ്ങളുടെ എല്ലാ വിദ്യാഭ്യാസത്തിലും വലിയ ദൈവകൃപയുണ്ടാകട്ടെ. പ്രത്യേകിച്ച് കേരളത്തിലെ മഴക്കാലത്ത് കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ യാതൊരു തടസ്സവും ഉണ്ടാകരുത്. അവരെ വഴികളിലെല്ലാം കാക്കണം. കാലാവസ്ഥയിലൊന്നും ബുദ്ധിമുട്ടില്ലാതെ പോക്കുവരവിലെല്ലാം കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ എല്ലാം അങ്ങ് സംരക്ഷിക്കണം. നല്ല ഭാവി വിദ്യാഭ്യാസം അവർക്കുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ കാണാൻ ഇടയാകട്ടെ. ഗോഡ് ബ്ലസ് യു.